Students, welcome back to my class. So we were going with the next topic, that is organs of the immune system. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഒരുപാട് മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷണലി ഡിഫറെൻറ്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗൻസും ടിഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ബോഡിയിൽ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഓർഗൻസും ടിഷ്യൂസും ഒക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഓർഗൻസിനൊക്കെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഫങ്ഷൻസ് ആസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ലിംഫോയിഡ് ഓർഗൻസ് ആണ് ബോഡിയിൽ കാണുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ, രണ്ട് തരം ലിംഫോയിഡ് ഓർഗൻസ് കാണുന്നുണ്ട്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ, ഇനി ദ തൈമസ് ആൻഡ് ബോൺ മാരോ ആർ ദ പ്രൈമറി അല്ലെങ്കിൽ സെൻട്രൽ ലിംഫോയിഡ് ഓർഗൻസ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തൈമസ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് നമ്മൾ ഹാർട്ടിൻ്റെ മുകളിലായിട്ടാണ് തൈമസ് കാണുന്നത്. തൈമസ്, അതുപോലെ ബോൺ മാരോ അതുപോലെ തൈമസ് ആണ് എന്ത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ലിംഫോസൈറ്റ്സിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മെച്ചുറേഷൻ ടേക്ക് പ്ലേസ് എവിടെയാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് തൈമസും ബോൺ മാരോ, അവിടെയാണ് ലിംഫോസൈറ്റ്സിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത്. ഇനി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് അല്ലെങ്കിൽ പെരിഫറൽ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ആൾക്കാരാണ് ലിംഫ് നോഡ്സ് കാണുന്നുണ്ട്, അതുപോലെ സ്പ്ലീന് ആൻഡ് വാരിയസ് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂസ് അല്ലെങ്കിൽ MALT മാൾട്ട് അല്ലെങ്കിൽ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ കാണാം. ആൻഡ് ഓൾസോ ഗട്ട് അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ അല്ലെങ്കിൽ ഗാൾട്ട്. ഇവരൊക്കെ എന്താണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അവരെ ആൻറ്റിജന് ട്രാപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? അവർ ആൻറ്റിജനെ ട്രാപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഈ ലിംഫോസൈറ്റ്സിന്, മെച്ചുറായ ലിംഫോസൈറ്റ്സിന് ഈ ആൻറ്റിജനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരാണ് ഇവിടെ കൊടുത്തുള്ളത്. ലിംഫ് നോഡ്സ്, സ്പ്ലീന്, അതുപോലെ തന്നെ ഗട്ട് അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ ഉണ്ട്, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സെൻട്രൽ ലിംഫോയിഡ് ഓർഗൻസ് പറഞ്ഞാൽ വരുന്ന ആരൊക്കെയാണ്? ബോൺ മാരോ ആൻഡ് തൈമസ്. ഓക്കെ, ദ ഇമ്മച്വർ ലിംഫോസൈറ്റ്സ് generated in hematopoiesis mature and become committed to a particular antigen specificity within the primary lymphoid organs. അപ്പോൾ ഹെമറ്റോപോയിസിസ് വഴി ഉണ്ടാകുന്ന ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? അവർ മെച്ചുർ ചെയ്യുന്നതും അതുപോലെ തന്നെ ആൻറ്റിജൻ സ്പെസിഫിസിറ്റി ഒക്കെ വരുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലിംഫോസൈറ്റ്സ് മെച്ചുർ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ഈ T സെൽസ് എന്താ ചെയ്യുന്നത്? T സെൽസ് അറൈസ് ചെയ്യുന്നത് ബോൺ മാരോയിലാണ്, ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? തൈമസിൽ വെച്ചിട്ടാണ്. പക്ഷേ B സെല്ലിൽ ഡെവലപ്പ് ചെയ്യുന്നതും മച്ചുർ ചെയ്യുന്നതും ഒക്കെ എവിടെ വെച്ചിട്ടാണ്? ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ T സെൽസ് എന്ത് ചെയ്യുന്നു? ബോൺ മാരോയിൽ ബോൺ മാരോയിലാണ് ഉണ്ടാകുന്നത് T സെൽസ്. B സെൽസും T സെൽസും ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ്. പക്ഷേ T സെൽസ് മെച്ചുർ ചെയ്യുന്നത് തൈമസിലും, B സെൽസ് മെച്ചുർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ബോൺ മാരോയിൽ വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് തൈമസിനെ പറ്റിയിട്ടാണ്. തൈമസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് T സെൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു T സെല്ലിൽ എവിടെ വെച്ചിട്ടാണ്? T സെല്ല് ഉണ്ടാവുന്നത് ഇവിടെയാണ്, ഇവിടെ ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നത്. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്നത്, മെച്ചുർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? തൈമസ് വെച്ചിട്ടാണ്. തൈമസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫ്ലാറ്റ് ബൈലോബ്ഡ് ഓർഗനാണ്. ബൈലോബ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് ലോബുള്ള ഒരു ഓർഗനാണ്. ഇത് കാണുന്നത് ഹാർട്ടിൻ്റെ മുകളിലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ലോബിന് സറൗണ്ട് ആയിട്ട് എന്ത് കാണാം? അതിൻ്റെ പിക്ചറാണിത്. പിക്ചർ നോക്കുകയാണെങ്കിൽ എന്തുണ്ട്? ഈച്ച് ലോബ് ഈസ് സറൗണ്ടഡ് ബൈ എ ക്യാപ്സ്യൂൾ ഡിവൈഡഡ് ഇൻറ്റു ലോബ്യൂൾസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ സ്ട്രാൻഡ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കോൾ ട്രബിക്കുലേ. രണ്ട് ലോബിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ക്യാപ്സ്യൂൾ കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ ക്യാപ്സ്യൂൾ കാണാം. രണ്ട് ലോബിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ക്യാപ്സ്യൂൾ കാണുന്നുണ്ട്. അതിന് ആ ക്യാപ്സ്യൂളിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ലോബ്യൂൾസ് കാണുന്നുണ്ട്. ഓക്കെ, ആ ക്യാപ്സ്യൂളിനെ ഡിഫറെൻറ്റ് ലോബ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്? കണക്റ്റീവ് ടിഷ്യൂ കോൾ ട്രബിക്കുലെ കാണാം. ഇതാണ് ട്രബിക്കുലെ. അതിന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാണുന്നുണ്ട്? ട്രബിക്കുലെ കാണുന്നുണ്ട്. ഈച്ച് ലോബ്യൂൾ ഈസ് ഓർഗനൈസ്ഡ് ഇൻറ്റു 2 കമ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ലോബ്യൂളിനെ ഓർഗനൈസ് ചെയ്തത് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. ദിസ് ഈസ് എ ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ദിസ് ഈസ് എ ഇന്നർ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോർട്ടെക്സ് എന്ന് പറയും, ആൻഡ് ഇന്നർ കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഡുല്ല എന്ന് പറയും. ഔട്ടർ കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് എന്ത് കാണുന്നുണ്ട്? ഇമ്മച്ചുർ ആയുള്ള തൈമോസൈറ്റ്സ് കാണുന്നത്. ഇമ്മച്ചുർ ആയുള്ള T സെൽസ് അല്ലെങ്കിൽ തൈമോസൈറ്റ്സ് കാണുന്നുണ്ട്. ഇമ്മച്ചുർ T സെൽസിനെ പറയുന്ന പേരാണ് തൈമോസൈറ്റ്സ്. ആൻഡ് ഇന്നർ കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മെഡുല്ലയിൽ എന്താണ് കാണുന്നത്? തൈമോസൈറ്റ്സ് കുറവാണ്. കുറച്ചുകൂടി മെച്ചുർ ആയുള്ള എന്താണ്? T സെൽസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് തൈമസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ
ഈ കോട്ടക്സിലായാലും മെഡുലിലായാലും എന്താണ് തൈമസിൻ്റെ കോട്ടക്സും മെഡുലിലും എന്താണ് ക്രിസ് ക്രോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ബൈ 3-dimensional സ്ട്രോമൽ സെൽ നെറ്റ്വർക്ക് കമ്പോസ്ഡ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. ഇവിടെ ഒരുപാട് എപ്പിത്തീലിയൽ സെൽസ്, ഡെൻഡ്രിറ്റിക് സെൽസ് ആൻഡ് മാക്രോഫേജ് ഒക്കെ കാണാം. അതൊക്കെ ഈ ഓർഗൻ്റെ ഫ്രെയിം വർക്കിലുള്ളതാണ്. പിന്നെ thymic epithelial cells in the outer cortex called nerve cells have a long membrane extensions that surround as many as 50 thymocytes. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? നേഴ്സ് സെൽസ് കാണുന്നുണ്ട് അല്ലേ? നേഴ്സ് സെൽസ് കാണുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് അത് ഇങ്ങനെ ലോങ് എക്സ്റ്റൻഷൻസ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അത് സറൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഏകദേശം 50 തൈമോസൈറ്റ്സിനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേഴ്സ് സെൽസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർക്ക് മെച്ചൂർ ചെയ്യാനുള്ള ആവശ്യമുള്ള എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? നേഴ്സ് സെൽസ് ആയിരിക്കും. അപ്പോൾ 50 തൈമോസൈറ്റ്സിനെ കവർ ചെയ്തിട്ട് ഈ നേഴ്സ് സെൽസ് കാണാറുണ്ട്. പിന്നെ അത് കൂടാതെ അതർ കോർട്ടിക്കൽ എപ്പിത്തീലിയൽ സെൽസിലൊക്കെ എന്ത് കാണാം? ലോങ് ആയുള്ള ഇൻ്റർകണക്റ്റിംഗ് സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കാണുന്നുണ്ട്. അതൊക്കെ നെറ്റ്വർക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി തൈമസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് തൈമസിൻ്റെ ഫംഗ്ഷൻ എന്ന് മെയിൻലി പറഞ്ഞാൽ എന്താ? റിപ്പർട്ടർ ഓഫ് ടി സെൽസ് ആണ്. ടി സെൽസിൻ്റെ മെച്ചുറേഷൻ വകുപ്പിന് അതിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ തൈമോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഇമ്മച്ചുർ ആയ ടി സെൽസിനാണ് തൈമോസൈറ്റ്സ് എന്ന് പറയുക. സോ തൈമോസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എനോമസ് ഡൈവേഴ്സിറ്റി ഓഫ് ടി സെൽ റിസപ്റ്റേഴ്സ് ഇസ് ജനറേറ്റഡ്. ടി സെല്ലിന് എന്ത് വേണം? റിസപ്റ്റേഴ്സ് വേണമല്ലേ? അപ്പോൾ എനോമസ് ആയുള്ള ഡൈവേഴ്സിറ്റി ഓഫ് ടി സെൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് and produces some T cells with receptors capable of recognizing antigen MHC complexes. ചില T cells എന്തായിരിക്കും? ആൻറ്റിജൻ MHC കോംപ്ലക്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളതായിരിക്കും. പക്ഷേ ഓവർ മോസ്റ്റ് ഓഫ് T cell റിസപ്റ്റേഴ്സ് എന്താണ്? അവർക്ക് അങ്ങനെ ആൻറ്റിജൻ MHC കോംപ്ലക്സിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഡെൻസ്ലി ഇതിന് ഔട്ടർ കോർട്ടക്സ് എന്താണെന്ന് പറഞ്ഞു? തൈമോസൈറ്റ്സ്, ഇമ്മച്ചുർ ആയ തൈമോസൈറ്റ്സ് ഒരുപാട് കാണാമെന്ന് പറഞ്ഞു. അവിടെ റാപ്പിഡ് ആയുള്ള പ്രോലിഫറേഷൻ നടക്കാറുണ്ട് ആൻഡ് സെൽ ഡെത്തും കാണാറുണ്ട്. മെഡുല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കുറച്ചും കൂടി മെച്ചുർ ആയുള്ള തൈമോസൈറ്റ്സ് ആണ് കാണുന്നത്. ഈ തൈമസിൽ ടി സെൽസ് നിൽക്കുന്ന സമയത്ത് തൈമോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? ദേ ഇൻട്രാക്ട് വിത്ത് വാരിയസ് സ്ട്രോമൽ സെൽസ്. അവിടെ കാണുന്ന സ്ട്രോമൽ സെൽസ് ആയുള്ള കോർട്ടിക്കൽ എപ്പിത്തീലിയൽ സെൽസ്, മെഡുലറി എപ്പിത്തീലിയൽ സെൽസ്, ഡെൻഡ്രിറ്റിക് സെൽസ്, മാക്രോഫേജസ്, അതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? ടി സെൽസ് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ സെൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്ററി ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ എക്സ്പ്രസ് ഹൈ ലെവൽസ് ഓഫ് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 MHC മോളിക്യൂൾസ്. പിന്നെ ഹേസൽസ് കോർപ്പസൽസ് കാണാം. ഇന്നർ പോർഷനിൽ അല്ലെങ്കിൽ മെഡുലയിൽ എന്ത് കാണുന്നുണ്ട്? ഹേസൽസ് കോർപ്പസൽസ് കാണുന്നുണ്ട്. എന്താണ് അത്? ഇറ്റ്സ് കണ്ടെയ്ൻ കോൺസെൻട്രിക് ലെയേഴ്സ് ഓഫ് ഡീജനറേറ്റിംഗ് എപ്പിത്തീലിയൽ സെൽസ്. അതിൽ കാണുന്നത് ലെയേഴ്സ് ആയിട്ടുള്ള ഡീജനറേറ്റിംഗ് എപ്പിത്തീലിയൽ സെൽസാണ് ഈ എവിടെ കാണുന്നത്? ഹേസൽ കോർപ്പസൽസിൽ കാണുന്നത്. ഇനി തൈമസിൻ്റെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ നമുക്കൊരു മൈസിൽ സ്റ്റഡി ചെയ്യാം. മൈസിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ്? ബൈ നിയോനാറ്റൽ തൈമക്ടോമി എന്ന പ്രോസസ്സ് വെച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് തൈമക്ടോമൈസ്ഡ് മൈസ് എന്ന് പറയുമ്പോൾ അതിന് തൈമസ് റിമൂവ് ചെയ്തുള്ള മൈസാണ്. ഒരു മൈസിൽ തൈമസ് റിമൂവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇറ്റ് ഷോ ഡ്രമാറ്റിക് ഡിക്രീസ് ഇൻ സർക്കുലേറ്ററി ലിംഫോസൈറ്റ്സ്. അങ്ങനെ മൈസിൽ നിന്ന് നിയോനാറ്റിലാണ്, അതായത് വളരെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുക? തൈമസ് റിമൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മുൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ സർക്കുലേറ്ററി തൈമോസൈറ്റ്സിൻ്റെ ലെവൽ വളരെ കുറവായിട്ടാണ് കണ്ടുള്ളത്. അതുപോലെ തന്നെ ടി സെൽ ലീനിയേജും വളരെ കുറഞ്ഞു ആൻഡ് ഓൾസോ സെൽ മെഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആബ്സെൻ്റ് ആയിരുന്നു ആ മൈസിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു എവിഡൻസ് പറയുകയാണെങ്കിൽ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് തൈമസ് കാണിക്കുന്ന വേറൊരു സ്റ്റഡിയാണ് എന്ത്? നമ്മൾ ഹ്യൂമൻസിൽ കാണുന്ന ഡി ജോർജ് സിൻഡ്രോം. ആൻഡ് അതുപോലെ തന്നെ സെർട്ടൺ മൈസിൽ കാണുന്നതാണ് ഇൻ വിച്ച് തൈമസ് ഫെയിൽസ് ഡെവലപ്പ്. ചില മൈസിൽ എന്താണ് തൈമസ് ഡെവലപ്പ് ചെയ്യാറില്ല. അവരിൽ കാണുന്നുണ്ട് ഡി ജോർജ് സിൻഡ്രോം കാണുന്നുണ്ട്. ഈ രണ്ട് കേസിലായാലും ദർ ഇസ് എൻ ആബ്സെൻസ് ഓഫ് സർക്കുലേറ്ററി ടി സെൽസ്. ഈ രണ്ട് കേസിലായാലും എന്താണ്? ഡി ജോർജ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സർക്കുലേറ്ററി ടി സെൽസ് ഉണ്ടാവില്ല, സെൽ മെഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻഫെക്റ്റഡ് ഡിസീസ്. ഒരുപാട് ഡിസീസസ് ഓഫ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഏജിങ് ഈസ് അക്കമ്പനിഡ് ബൈ എ ഡിക്ലൈൻ തൈമിക് ഫംഗ്ഷൻ. വേറൊരു കാര്യം പറയാനുള്ളത്, ഏജ് ആവുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്? തൈമിക് ഫംഗ്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഏജ് ആവുന്നതോറും ഇമ്മ്യൂൺ ഫംഗ്ഷൻ കുറയുന്നത്. ഈ തൈമസിൻ്റെ ഏറ്റവും മാക്സിമം സൈസ് എന്ന് പറയുന്നത് പ്യൂബർട്ടിയിലാണ്. പ്യൂബർട്ടി സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ഈ തൈമസ് മാക്സിമം സൈസിലെത്തുന്നത്. ആൻഡ് പിന്നീട് എന്ത് ചെയ്യുന്നു? അതിന് സൈസ് കുറഞ്ഞു വരികയാണ്. വയസ്സാവുന്നതോറും എന്ത് ചെയ്യുന്നു? സൈസ് കുറഞ്ഞു വരുന്നു. പ്യൂബർട്ടിയിലാകുമ്പോൾ എന്താണ്ടാവുക? മാക്സിമം സൈസ് ആയിരിക്കും. സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ ബോത്ത് കോർട്ടിക്കൽ ആൻഡ് മെഡുലറി സെൽസ് ഡിക്രീസ് ചെയ്യും. പക്ഷേ ടോട്ടൽ ഫാറ്റ് കണ്ടൻറ്റ് ഫോഗൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആവറേജ് വെയിറ്റ് ഓഫ് തൈമസ് എന്ന് പറയുന്നത് 70 ഗ്രാമാണ് ഇൻഫാൻസിൽ. ഇൻഫാൻറ്റിൽ 70 ഗ്രാം കാണുന്നുണ്ട്. പക്ഷേ ഏജ് കൂടുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എൽഡർലി പേഴ്സണിലൊക്കെ 3 ഗ്രാം മാത്രമാണ് എന്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്, തൈമസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് എൽഡർ ആവുന്നവരും തൈമസിൻ്റെ സൈസ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രൈമറി ലിംഫോയിഡ് ഓർഗനാണ് എന്ത്? ബോൺ മാരോ.
സോ ഹ്യൂമണിലും മൈസിലും ഒക്കെ എന്താ കാണുന്നത്? ബോൺ മാരോ ഇസ് സൈറ്റ് ഓഫ് ബി സെൽ ഒറിജിനൽ ഡെവലപ്മെൻറ്റ്. ബി സെല്ല് ഒറിജിൻ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ എവിടെ വെച്ചിട്ടാണ്? ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. അത് ഹ്യൂമണിലായാലും മൈസിലായാലും രണ്ടിലായാലും എന്താണ് ബി സെല്ലിൽ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഡെവലപ്പ് ചെയ്യുന്നതും ഒറിജിൻ ചെയ്യുന്നതും എവിടെ നിന്നാണ്? ബോൺ മാരോയിലാണ്. ഈ ബി സെല്ല് ലിംഫോഡ് പ്രോജനേറ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് പ്രൊളിഫറേറ്റ് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്തിൻ ദ ബോൺ മാരോയിൽ വെച്ചിട്ടാണ് രണ്ടും നടക്കുന്നത്. ആൻഡ് സ്ട്രോമ സെൽസ് വിത്തിൻ ദ ബോൺ മാരോ ഇൻട്രാക്ട് ഡയറക്ട്ലി വിത്ത് ബി സെൽസ്. ബോൺ മാരോയിൽ കാണുന്ന സ്ട്രോമ സെൽസ് എന്ത് ചെയ്യുന്നു? ഇതിനായിട്ട് ബി സെൽസിനായിട്ട് ഡയറക്ട്ലി ഇൻട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വാരിയസ് സൈറ്റോകൈൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ദർ ആർ റിക്വയർഡ് ഫോർ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള വാരിയസ് സൈറ്റോകൈൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ടീസലിൻ്റെ മെച്ചുറേഷൻ്റെ സമയത്ത് ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ബോൺ മാരോയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യുന്നു? സെൽഫ് റിയാക്റ്റീവ് ആൻറ്റിബോഡി റിസപ്റ്റേഴ്സ് ഉള്ള ബി സെൽസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ. ഇനി ബോൺ മാരോയിൽ എന്ത് കാണാം? ഒരുപാട് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഹെമറ്റോപോയിറ്റിക് സെൽസ് ഓഫ് വാരിയസ് ലീനിയേജ് ആൻഡ് മെച്യൂരിറ്റി packed between fat cells, thin bands of bony tissue, collagen fibers, fibroblast and dendritic cells കാണുന്നുണ്ട്. ഓക്കെ. ഒരുപാട് ഹെമറ്റോപോയിഡ് സെൽസ് കാണുന്നുണ്ട്. ഈ ഹെമറ്റോപോയിഡ് സെൽസ് ഒക്കെ എന്താണ്? മൾട്ടി പൊട്ടൻഷ്യൽ ആയുള്ള സ്റ്റെം സെൽസ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അത് ലിംഫോയിഡ് സെൽസ് മാത്രമല്ല ഇന്നുണ്ടാവുന്നത്, ബട്ട് ഓൾസോ ഒരുപാട് വേറെ സെൽസ്, ബ്ലഡിലുള്ള വേറെ സെൽസൊക്കെ ഇന്നുണ്ടാവുന്നുണ്ട്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ഹെമറ്റോപോയിറ്റിക് സെൽസ് ക്ലസ്റ്റർ അറൗണ്ട് ദ വാസ്കുലർ സൈനസ് വെർ ദേ മെച്യൂർ ബിഫോർ ദേ ഇവഞ്ച്വലി ഡിസ്ചാർജ് ഇൻ ടു ബ്ലഡ്. ഓക്കെ. ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? ബോൺ മാരോ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഗീവ് റൈസ് ടു ഓൾ ഓഫ് ദ ലിംഫോയിഡ് സെൽസ് ദാറ്റ് മൈഗ്രേറ്റ് ടു തൈമസ് ഫോർ ടീ സെൽ മെച്ചുറേഷൻ. ബോൺ മാരോ എന്ത് ചെയ്യുന്നുണ്ട്? തൈമസിക്ക് മെച്ചുർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരുപാട് ലിംഫോയിഡ് സെൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഉണ്ടാവുന്നത് ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. ബി സെൽസ് പിന്നെ കൂടുതൽ പോപ്പുലേഷനും ബി സെൽസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി ബോൺ മാരോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സൈറ്റ് ഓഫ് ബി സെൽ ഡെവലപ്മെൻറ്റ് ഇൻ ഓൾ സ്പീഷീസ്. എല്ലാ സ്പീഷീസിലും ബോൺ മാരോ അല്ല എന്തുണ്ടാവുന്നത്? ബി സെൽ ഡെവലപ്പ് ചെയ്യുന്നത്. ബേർഡ്സിൻ്റെ കേസിൽ ലിംഫോയിഡ് ഓർഗനായുള്ള ബേഴ്സ ഫാബ്രീഷ്യസ്, അത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ബേർഡ്സിൽ കാണുന്ന സംഭവമാണ് എന്ത്? ബേഴ്സ ഫാബ്രീഷ്യസ് ഒരു ഓർഗനാണ്. ബേഴ്സ ഫാബ്രീഷ്യസ് അവിടെയാണ് എന്തുണ്ടാവുന്നത്? ബി സെൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. ബേർഡ്സിൽ അത് ഒരു ഗട്ടിൽ കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. അവിടെയാണ് അതാണ് പ്രൈമറി സൈറ്റ് ഓഫ് ബി സെൽ മെച്ചുറേഷൻ എന്ന് പറയുന്നത് ബേർഡ്സിൻ്റെ കേസിൽ. ഇനി സച്ച് മാമൽസിൻ്റെ കേസിൽ, അതായത് പ്രൈമേറ്റ്സ്, റോഡൻസ്, മാമൽസ് ആയുള്ള പ്രൈമേറ്റ്സിൻ്റെ റോഡൻസിൻ്റെ കേസിലാണെങ്കിൽ ബേഴ്സ ഫാബ്രീഷ്യസ് കാണുന്നില്ല. എന്താണ് ഒരു പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്ന ഒരു കൗണ്ടർ പാർട്ട് അവിടെ കാണുന്നില്ല. ഇനി കാറ്റൽ ആൻഡ് ഷീപ്പിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? പ്രൈമറി ലിംഫോയിഡ് ടിഷ്യൂ ഹോസ്റ്റ് ഇൻ ദ മെച്ചുറേഷൻ, പ്രൊളിഫറേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബി സെൽസ് ഏർലി ഇൻ ജസ്റ്റേഷൻ ഇസ് എ ഫീറ്റൽ സ്പ്ലീൻ ആണ്. ഓക്കെ. കാറ്റലിനും ഷീപ്പിലും എന്താണ്? ഫീറ്റൽ സ്പ്ലീൻ ആണ്. സ്പ്ലീനിലാണ് ഇതൊക്കെ നടക്കുന്നത്. ബി സെല്ലിൻ്റെ മെച്ചുറേഷൻ ആയാലും പ്രൊളിഫറേഷൻ ആയാലും ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നടക്കുന്നത് ഫീറ്റൽ സ്പ്ലീനിലാണ്. ജസ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു പാച്ച്, ഈ ബി സെല്ലിൻ്റെ മെച്ചുറേഷൻ പിന്നെ നടക്കുക എവിടെ വെച്ചിട്ടാണ്? ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഇൻഡസ്റ്റൈൻ്റെ വോളിൽ ഒരു പാച്ച് കാണാം. അതിന് പറയുന്ന പേരാണ് ഇലിയൽ പേയേഴ്സ് പാച്ച് എന്ന് പറയും. അതിലാണ് അവിടെ ലാർജ് നമ്പർ ഓഫ് ബി സെൽസ് കാണുന്നുണ്ട്. ഓക്കെ. ബേഴ്സ ഫാബ്രീഷ്യസ് ആരിൽ കാണുന്നതാണ്? ബേർഡ്സിൽ കാണുന്നതാണ്. ഇലിയൽ പേയേഴ്സ് പാച്ച് കാണുന്ന ആരിലാണ്? അത് കാണുന്നത് കാറ്റിലും ഷീപ്പിലുമാണ്. ഓക്കെ. അത്രയാണ് നമുക്ക് ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ച് പറയാനുള്ളത്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള തൈമസും അതുപോലെ തന്നെ ബോൺ മാരോ ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ചിട്ട് നോക്കാം. താങ്ക് യു.